BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ ബൂത്ത് പ്രസിഡന്റുമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനം, കേരളത്തിലും BJP വിജയിക്കും, കേരളത്തിലും BJP മാത്രമാവും എന്ന ശുഭ സൂചന പ്രവർത്തകർക്ക് നൽകുകയാണ്. 30 വർഷം ത്രിപുരയിലുണ്ടായിരുന്ന CPM ഭരണം അവസാനിപ്പിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചുകൊണ്ട് ബംഗാളിൽ വലിയ മുന്നേറ്റം നടത്താൻ പോകുകയാണ്. കേരളവും BJP പിടിക്കും എന്ന ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചുകൊണ്ടാണ് നിതിൻ നബീൻ ബൂത്ത് അധ്യക്ഷന്മാരെ അഭിസംബോധന ചെയ്തത്. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, യഥാർത്ഥത്തിൽ നിതിൻ നബീൻ അരുൺ ആലത്തൂരാണ് ചേരുന്നത്. നിതിൻ നബീൻ വളരെ ശ്രദ്ധേയമായ കേരളത്തിൻ്റെ ചില രാഷ്ട്രീയ സത്യങ്ങളാണ് തുറന്നു പറഞ്ഞത്. ശബരിമല വിഷയം, അതുപോലെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ബന്ധം, ഇതൊക്കെ ഈ ഇടതു വലതു മുന്നണികൾ ഇവിടെ കാണിച്ചുകൂട്ടുന്ന രാഷ്ട്രീയ അധമത്വത്തെക്കുറിച്ചാണ് നിതിൻ നബീൻ സംസാരിച്ചത്. ദേശീയാധ്യക്ഷന്റെ വാക്കുകളിൽ മറ്റെന്തെല്ലാം പ്രകടമായിരുന്നു? നീലിമ, പ്രധാനമായിട്ടും അദ്ദേഹം മലയാളത്തിൽ സഹപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് വനിതാനികളെയും അതുപോലെ തന്നെ വിവിധ നവോത്ഥാന നായകന്മാരെയും, അത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ സ്മരിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇടത് വലത് മുന്നണികൾ കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. യുവാക്കളെ കേരളത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും LDFും UDFും അഴിമതിയും പ്രീണനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിച്ചാൽ തന്നെ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇടത് വലത് മുന്നണികൾ സനാതന ധർമ്മ വിരോധികളാണ്. കോൺഗ്രസ് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണെങ്കിൽ LDF ശബരിമലയെ ഉൾപ്പെടെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിൽ ശബരിമലയെ തകർത്ത് അധികാരത്തിലെത്താൻ കഴിയുമോ എന്നാണ് ഇരു കൂട്ടരും ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമലയിലെ വിശ്വാസത്തെ തകർത്ത് ഇരുകൂട്ടരെയും കേരള ജനത വെറുതെ വിടില്ല എന്നും BJP ഈ ഇടത് വലത് മുന്നണികളുടെ ശബരിമലയ്ക്ക് നേരെയുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാം സ്വർണ്ണക്കൊള്ളയിലൊക്കെ ഉള്ള ഇടത് വലത് മുന്നണികളുടെ പങ്കിൽ BJP വലിയ സമര പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിൽ ക്ഷേത്രങ്ങളെ തകർക്കാനാണ് CPMും കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതിന് കാരണം ഇവർ ആണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏകദേശം 50,000 പ്രവർത്തകർ ഈ പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിലുണ്ട്. അത് BJP ഭരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിട്ടത്. മാത്രമല്ല, സ്ത്രീകൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ കേരളത്തിൽ നടക്കുന്നുവെന്നും കേരളത്തിലെ യുവാക്കൾ ജോലി തേടി നാട് വിട്ടുപോകുന്ന സ്ഥിതിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഇതെല്ലാം മാറി കേരളത്തിൽ വികസനം വരണമെങ്കിൽ, വികസിത കേരളം സാധ്യമാവണമെങ്കിൽ അത് BJP വരണം. BJP കേരള വികസനം സാധ്യമാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, സദാനന്ദ മാസ്റ്ററുടെ വാക്കുകൾ രാജ്യം അത്ഭുതത്തോടെയാണ് കേട്ടത് എന്ന് പറഞ്ഞ അദ്ദേഹം രാഹുൽ ഗാന്ധി എപ്പോഴും ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് എതിർ രാഷ്ട്രീയക്കാരെ കൊല്ലാനും കാലുവെട്ടാനും ഒക്കെ പറയുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കാരണം കൊലപാതക രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ തുടർച്ചയാണ്. അതിൽ കോൺഗ്രസും CPMും ഒരുപോലെ പങ്കുള്ള ആളുകളാണ്. മാത്രമല്ല, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി CPMനൊപ്പം കൈകോർത്താണ് രാജ്യത്ത് എല്ലായിടത്തും അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ രാഹുലിന് എന്താണ് പറയാനുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നുവെന്നും നിങ്ങളുടെ പോരാട്ടം തുടരണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റു സംസ്ഥാനങ്ങളിലെ പ്രവർത്തകരോടൊക്കെ തങ്ങൾ പറയാറുണ്ട്, കേരളത്തിലെ പ്രവർത്തകരെ നോക്കി പഠിക്കൂ, അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ്, എത്രത്തോളം കൊലപാതക രാഷ്ട്രീയത്തിന്റെയും CPMന്റെ കൊലക്കത്തിയൊക്കെ നേരിട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് തങ്ങൾ പറയാറുണ്ട്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച പ്രവർത്തകർക്ക് അഭിനന്ദനം എന്ന് പറഞ്ഞ അദ്ദേഹം 2 MPമാരിൽ നിന്നാണ് രാജ്യത്ത് BJP ഈ സ്ഥിതിയിൽ എത്തിയത് എന്ന് കൃത്യമായിട്ട് തന്നെ BJPയുടെ ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലും വിജയിക്കാൻ കഴിയും, കേരളത്തിലും വിജയിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് BJP ദേശീയ അധ്യക്ഷൻ. ഇനി പാലാരിവട്ടത്ത് നടക്കുന്ന NDA നേതാക്കളുടെ യോഗത്തിലാണ് അദ്ദേഹം ഇനി പങ്കെടുക്കാൻ പോകുന്നത്. അതുപോലെ രാത്രി 8:10 എളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ നടക്കുന്ന സുപ്രധാന യോഗത്തിലും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുക്കും. വിവരങ്ങളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്.